everyone, welcome back to my YouTube channel. നമ്മൾ ലാസ്റ്റ് ഇട്ടിരുന്ന വീഡിയോ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ്. അതിന് ശരിക്കും നല്ല സപ്പോർട്ടാണ് തന്നത്. ആ വീഡിയോയ്ക്കകത്ത് കുറേ കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഞാൻ നമ്മുടെ വീടിൻ്റെ കുറച്ച് പാർട്ടുകൾ മാത്രമായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ചും കിച്ചണിനെ കുറിച്ചൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പാർട്ട് ബൈ പാർട്ടായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു റെഗുലർ റുട്ടീനും അതുകൂടാതെ തന്നെ നമ്മുടെ കിച്ചൺ ടൂർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കിച്ചണിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ കവർ ചെയ്തിട്ട് ഒരു കുട്ടി വീഡിയോ ആണ്. ശരിക്കും ഇത് വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നതല്ല, ലൈക്ക് യൂഷ്വലി ഉള്ള ഒരു റുട്ടീനാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് ജസ്റ്റ് നമുക്ക് കണ്ടിട്ട് വരാം. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിച്ചൺ ടൂറാണ്. എൻ്റെ ഒരു റുട്ടീനൂടെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. രാവിലെ ഒരു 7 ഒക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചണിലോട്ട് വരുന്നത്. നമുക്ക് 2 കിച്ചണാണ് വരുന്നത്. ലൈക്ക് ഒരു ഓപ്പൺ കിച്ചണും ഉണ്ട്, അത് കൂടാതെ ഒരു യു ഷേപ്ഡ് മോഡുലാർ കിച്ചണുമാണ് വരുന്നത്. രാവിലെ എത്തിയ ഉടനെ തന്നെ തലേ ദിവസത്തെ ലൈക്ക് വാഷ്ഡ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്തിട്ട് അതാത് സ്ഥാനങ്ങളിൽ വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അതിനോടൊപ്പം തന്നെ എൻ്റെ റുട്ടീൻ്റെ പാർട്ടായിട്ട് രാവിലെ എണീക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം, അത് ലൂക്ക് വോം കൺസിസ്റ്റൻസിയിലുള്ള വെള്ളം കുടിക്കുന്നത് എൻ്റെ ഒരു ഡെയിലി ബേസിസിൽ വരുന്ന ഒരു ഹാബിറ്റ് തന്നെയാണ്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ എപ്പോഴും വെള്ളം കുടിക്കുന്ന എൻ്റെ വാട്ടർ ബോട്ടിലുണ്ട്, അത് ഫില്ല് ചെയ്ത് വെക്കും. പിന്നെ അതിനുശേഷം നമ്മുടെ പരിപാടിയിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതാത് സ്ഥാനങ്ങളിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അന്നത്തെ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു എനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചേറെ സാധനങ്ങളുണ്ട് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ കിച്ചണിൻ്റെ വിശേഷങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂടുതൽ മെസ്സേജസ് വന്നിരുന്നത് കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് 2 കിച്ചണാണ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഓപ്പൺ വർക്ക് ഏരിയയും വരുന്നുണ്ട്. ശരിക്കും നമുക്ക് വർക്ക് ഏരിയ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ചെറിയ സ്പേസും വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ കിച്ചണെ കുറിച്ചൊരു ഐഡിയ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1 മന്ത് കഴിഞ്ഞു പുതിയ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എല്ലാം തന്നെ ആയിട്ട് ഒന്ന് യൂസ്ഡായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോരോ കറക്റ്റായിട്ടുള്ള പൊസിഷൻ പ്ലേസസ് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും നമ്മുടെ വർക്ക് ഈസി ആക്കാനായിട്ടും കുറച്ചുകൂടി സ്മൂത്തർ ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനൊപ്പം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ആക്ച്വലി ദോശയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ദോശയുടെ മാവ് ഞാൻ തലേദിവസം തന്നെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ലൈക്ക് ഒരു 90% ഫെർമെൻ്റ് ആയായിരുന്നു. അതെടുത്ത് നമ്മൾ ഫ്രിഡ്ജിലാണ് കീപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഇവിടെ ഇടുക്കിയിൽ അത്യാവശ്യം ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉടനെയുള്ള മാവായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിനകത്ത് ചൂടുവെള്ളം നന്നായിട്ട് തിളച്ച ചൂടുവെള്ളത്തിനകത്തോട്ട് ഈ ഒരു പാത്രം ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി വരാനായിട്ടും നല്ല ക്രിസ്പി ദോശ പ്രിപ്പയർ ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. ഇനി ഇതാട്ടോ നമ്മുടെ മെയിൻ ഡോർ, അതായത് നമ്മുടെ കിച്ചണിൻ്റെ മെയിൻ ഡോർ തുറന്നു കഴിയുമ്പോഴത്തേക്കും പുറത്തോട്ടൊരു ഗ്രീനറിയാണ്. ഇത് ശരിക്കും നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഏരിയയിൽ മൊത്തം കൊടുത്തിരിക്കുന്ന പേൾ ഗ്രാസ് ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അത് കൂടാതെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ചുറ്റും തന്നെ നമ്മളിങ്ങനെ ഒരു ഏരിയ, ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെയുള്ള വീടുകളിൽ വരാന്ത ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് വരാന്ത കൊടുത്തിരിക്കുന്നത്. ആ വരാന്തയോട് തന്നെ അറ്റാച്ച് ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒരു ലൈക്ക് വാഷിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ വാഷിംഗ് ഏരിയ ആണ്. നമുക്കിതിനെ ഒരു വർക്ക് ഏരിയ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വലിയ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആളുകൾ വരുന്ന സമയത്തൊക്കെ ഒത്തിരി കുക്കിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ആ ഒരു ഏരിയ. പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്.
ഈ കിച്ചൺ ശരിക്കും ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെയായിട്ട് നമ്മളൊരു ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് കൺസെപ്റ്റിലാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ കിച്ചൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നല്ല ഹൈറ്റിലായിട്ട് തന്നെ ഒരു ഗ്ലാസ് കബോർഡ് വരുന്നുണ്ട്. അവിടെ നമ്മൾ കൂടുതലായിട്ടും ഗ്ലാസ്സുകൾ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഈ ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ആക്ച്വലി നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒത്തിരി ആളുകളൊക്കെയുള്ള ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ഈവൻ ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട്, ഫുഡൊക്കെ കീപ്പ് ചെയ്യാനായിട്ടൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ചെയർ ആണെങ്കിലും ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൻ്റെ ഇവിടെ 2 ലൈക്ക് ഹൈ ചെയേഴ്സ് കൂടെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു 3 പാർട്ട് വരുന്ന ഗ്ലാസ് യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വൈൻ ഗ്ലാസ്സുകളും അതർ ഷോ ഗ്ലാസ്സുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓപ്പൺ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് സ്ലാവ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ടൈലിലാണ്. നാനോ വൈറ്റ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പമുള്ള വാഷ് ബേസിനായിരുന്നു നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു സ്പേസിന് അത് ഒരിക്കലും കൺവീനിയൻ്റ് ആകത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഫൈനലി ഇങ്ങനെ ഒരു ചെറിയ വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ 2 കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലെന്നിൻ്റെ ചിമ്മിനിയും സ്റ്റൗവാണ്. നമ്മുടെ ഈ ഒരു ചെറിയ കിച്ചൺ ഓപ്പൺ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ടോപ്പാണ്. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചിമ്മിനിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷൻ സെൻസിങ് ആണ്. അത് കൂടാതെ തന്നെ ഓട്ടോ ക്ലീൻ ഫെസിലിറ്റിയാണ് 2 ചിമ്മിനിക്കും വരുന്നത്. പക്ഷേ സൈസ് ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതൊരു L ഷേപ്പിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെ ആക്ച്വലി നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഏരിയ, അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഇതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഓപ്പൺ ട്രാക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ടീ, കോഫി, ഷുഗർ ബോട്ടിൽസൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓവനും അതുകൂടാതെ തന്നെ നമ്മുടെ ഫ്രിഡ്ജും ഇങ്ങനെ ഒരു ബിൽറ്റ് ഇൻ സെറ്റപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നോർമൽ മൈക്രോവേവ് ഓവനാണ്, അല്ലാതെ നമ്മുടെ മറ്റേ ബിൽറ്റ് ഇൻ ഓവനല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഫ്രിഡ്ജാണ്. നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ ആ ഒരു കളർ തീം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ് വരുന്നത്. സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ്. ആക്ച്വലി അത്യാവശ്യം എനിക്ക് ഇത് ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഒരു 1.5 മന്ത്സ് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ആക്ച്വലി നല്ല ഒരു ഒപ്പീനിയൻ തന്നെയാണ്. നല്ല ഫ്രിഡ്ജാണ്. അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈഡ് ഫുള്ള് ഫ്രീസറും മറ്റു സൈഡിൽ ഫ്രിഡ്ജുമാണ് വരുന്നത്. ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ അത്യാവശ്യ സാധനങ്ങളും നമുക്കൊന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ ഈ കിച്ചൺ എല്ലാം തന്നെ നമ്മളൊരു വൈറ്റ് തീമാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഓപ്പൺ കിച്ചണിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ കൂടുതലായിട്ട് ഓവർ ഹെഡ് ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ടാൻഡൻ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഓയിൽ പുൾ ഔട്ടുകളും കൊടുത്തിട്ടുണ്ട്. ഈ ടാൻഡൻ ഡ്രോയേഴ്സിന് അത് ആക്ച്വലി ട്രേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളത് നമ്മുടെ സെക്കൻഡ് കിച്ചണിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ടാൻഡൻ ഡ്രോയേഴ്സ് മൊത്തം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ പ്ലേറ്റ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് കൂടുതലായിട്ട് വെക്കാനായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏരിയാസ് ഒന്നും തന്നെ നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇനിയും നമ്മൾ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഓയിൽ പുൾ ഔട്ടാണ്. ആക്ച്വലി നമ്മളിവിടെ കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓയിൽ ബോക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓയിൽ ബോട്ടിലൊന്നും വെച്ചിട്ടില്ല. അതിന് പകരം കപ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു കിച്ചണിൻ്റെ മെയിൻ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ക്ലോസിങ് ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര സ്പീഡിൽ വലിച്ചടച്ചാലും അത് ഭയങ്കര സോഫ്റ്റായിട്ട് മാത്രമാണ് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളിവിടെ 2 കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡെക്കോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഹോം ഡെക്കോർ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്ലാന്റ്സ് ഇതൊക്കെ നമ്മുടെ കിച്ചണിൽ വെക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ലുക്ക് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കിച്ചണിലോട്ട് പോകാം. നമ്മുടെ മെയിൻ കിച്ചൺ ആക്ച്വലി ഒരു യു ഷേപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെ സെൻറ്റർ പോർഷനിലായിട്ടാണ് നമ്മുടെ സ്റ്റൗ കൊടുത്തിരിക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്ലെന്നിൻ്റെ സ്റ്റൗ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിമ്മിനിയും ഗ്ലെന്നിൻ്റെ തന്നെയാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അത്യാവശ്യം 4 യൂണിറ്റ് വരുന്ന ഒരു സ്റ്റൗ ആണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലാണ് വരുന്നത്.
പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ തന്നെ ക്ലോസറായിട്ട് തന്നെയാണ് വാഷിംഗ് ഏരിയ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയാണ് കുക്കിങ്ങിൻ്റെ സമയത്ത് ഈവൻ നമുക്ക് എന്തെങ്കിലും വാട്ടർ എടുക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്ടൻസിൽസൊക്കെ വാഷ് ചെയ്യാനായിട്ടെല്ലാം വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ടൈല് വരുന്നത്. ഏകദേശം ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന മാറ്റ് ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ലൈറ്റ് നമ്മുടെ കിച്ചണിൽ ലൈറ്റിംഗ് ഫെസിലിറ്റി സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ടൈല് ഒരു ഷൈനിങ് ആകുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ആംബിയൻസ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഒരു ഏകദേശം ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ചിമ്മിനി ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ കുക്കിംഗ് പരിപാടികളൂടെ നടത്തണമല്ലോ. ഇതെല്ലാം ലൈക്ക് മോഷൻ സെൻസിങ് ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ മോഷൻ വെച്ചിട്ട് ഇത് നമുക്ക് ചിമ്മിനിയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റൗവിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ലൈക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഈവൻ ഒരു സ്റ്റൗവിൽ നമ്മൾ കുക്ക് ചെയ്താൽ തന്നെ അടുത്ത ഏരിയാസിലോട്ടും സ്പ്രെഡ് ആകുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്ലോസറായിട്ടുള്ള സ്റ്റൗവിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ലൈക്ക് നമുക്കൊരു അറ്റ് എ ടൈം തന്നെ ലൈക്ക് 4 പാത്രങ്ങൾ വെച്ച് കുക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. നമ്മുടെ ടാൻഡം യൂണിറ്റിന് സ്പൂൺസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ ഞാൻ സ്പൈസസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഭയങ്കര കൺവീനിയൻ്റ് ആണ്. കാരണം നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് ഈസി ആയിട്ട് സ്പൈസസ് എടുക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കിച്ചണിലുണ്ടായിരുന്ന ഒരു ടാൻഡം ബോക്സിനെ ഞാൻ ഈ ഒരു കിച്ചണിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് കൂടുതലായിട്ട് നമുക്ക് കുക്കിംഗ് വരുന്നത്. പിന്നെ ഈ ഒരു കിച്ചണിലും ഇതേപോലെ തന്നെ ഓപ്പൺ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പൺ ട്രാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിൻ്റെ അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ ഓപ്പൺ സ്പേസ് വേണമെന്ന്. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള ലൈക്ക് സ്പൈസസ് അല്ല, മെയിനായിട്ട് ഈ ഗ്രോസറി ഐറ്റംസ് ഒക്കെ നമുക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അത് കൂടാതെ തന്നെ നമുക്കത് കറക്റ്റ് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലോസ്ഡ് ഷെൽഫിലൊക്കെ വെച്ച് കഴിയുമ്പം കുറേ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ഏതാ കഴിഞ്ഞിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കിച്ചൺ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ കിച്ചൻ്റെ സിങ്ക് ഏരിയ വരുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ പ്ലേറ്റുകൾ വെക്കാനുള്ള ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ GTPT എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ ആക്ച്വലി നമ്മുടെ വാട്ടർ, അതായത് ഈ പ്ലേറ്റ് വാഷ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന എക്സ്ട്രാ വാട്ടർ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഈ ഒരു ട്രേ വളരെയധികം യൂസ്ഫുള്ളാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് പ്ലേറ്റൊക്കെ ഉണങ്ങി ലൈക്ക് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് അവിടെ വെക്കാറുള്ളത്. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത്. നമ്മൾ സിങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോർമലി അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ടാപ്പ് പുറത്തോട്ട് പുള്ള് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. 2 പവർ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ കിച്ചണിലോട്ട് ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ആക്ച്വലി ഈ പ്ലേറ്റൊക്കെ കഴുകാൻ നേരമൊക്കെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഓയിൽ കണ്ടൻ്റ് ഉള്ള ഫുഡ് ഐറ്റംസൊക്കെ വാഷ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നമ്മൾ അതും നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിട്ട് ആ ഒരു ഫെസിലിറ്റിയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്കിംഗ് പ്രോസസ്സിലോട്ട് കടക്കാം. ആക്ച്വലി നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യുക. നമുക്കിവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ദോശയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചൂടുവെള്ളത്തിനകത്ത് പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ബൈ ദ സെയിം ടൈം നമ്മൾ കട്ടൻ കാപ്പിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇടുക്കിക്കാരുടെ പ്രത്യേകതയാണ് ലൈക്ക് നമുക്ക് കട്ടൻ കാപ്പി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കട്ടൻ കാപ്പി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് കുടിച്ചുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ ചെയ്യുന്നത്. ദോശയ്ക്കൊപ്പം നമ്മൾ കറിയായിട്ട് എടുക്കുന്നത് സാമ്പാറാണ്. സാമ്പാർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചൂടാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം എപ്പോഴും കൂടുതലായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ട് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ ഒരു മുട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ദോശയ്ക്കായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്രിസ്പി ദോശ പ്രിപ്പയർ ചെയ്യാം.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ദോശയാണ്. നമ്മൾ രണ്ടുപേരും ദോശയാണ് ഇന്ന് കഴിക്കുന്നത്. നമ്മളിങ്ങനെ നന്നായിട്ട് നല്ല തിൻ ദോശ പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഗീ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എനിക്കിങ്ങനെ ദോശ കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ ദോശ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ കമൻറ്റ് ഇടാനായിട്ട് മറക്കണ്ട കേട്ടോ. ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മളിങ്ങനെ ഗീ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ഓവറായിട്ട് ഗീ ഒന്നും ഇടത്തില്ല, ജസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി ഇടും, കാരണം എനിക്ക് ഗീയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തലേദിവസത്തെ ബീഫ് കറി ഉണ്ട്, അതും എടുക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. ശരിക്കും നമ്മൾ രാവിലെ അങ്ങനെ നോൺ വെജ് പേഴ്സൺസ് അല്ല, പക്ഷേ ഇന്നെന്തോ ജസ്റ്റ് നമുക്ക് കറി ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ ഈ ഒരു സ്പൂൺ ഹോൾഡർ, ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ കുറേ ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പൂണൊക്കെ ഇങ്ങനെ വെറുതെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിന് മുകളിലോ ഒക്കെ വെക്കാതെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പൂൺ ഹോൾഡർ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പല യൂട്യൂബ് ചാനലിലും ഇങ്ങനെ കിച്ചൺ ടൂറൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റ് ഈ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. ശരിക്കും വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എപ്പോഴും തന്നെ നമ്മളൊരു 9 മണിക്ക് ഇപ്പുറമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. എപ്പോഴും എയർലി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എണീറ്റ് ഒരു 2.5 hours ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ നമ്മുടെ ഡിഷ് വാഷിംഗ് ജെല്ലൊക്കെ ഒഴിച്ചു വെക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. വാഷ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. നമ്മുടെ കിച്ചണിൻ്റെ വരാന്ത ആക്ച്വലി നമ്മുടെ താഴത്തെ ഫ്ലോറിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ ഒരു എന്താ പറയുന്നത് ബാൽക്കണി സ്പേസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കിച്ചണിൽ നിന്നൊക്കെ ഡയറക്റ്റ് കോഫി ടീ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ട് പോയി ഈവനിങ് ഒക്കെ ഇവിടെ ഇരുന്ന് ചായ കാപ്പിയൊക്കെ കുടിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കണ്ട. താങ്ക്